ഇന്നലത്തെ ഹോംവർക്ക് തന്നത് എല്ലാവർക്കും കിട്ടിയില്ലാന്ന് തോന്നുന്നു അല്ലേ? ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ചെയ്യാൻ? ചെയ്തോ? ഓക്കെ, എന്നാൽ അതൊന്ന് പറഞ്ഞുതരാം. ആ മോഡൽ ക്വസ്റ്റ്യൻ എക്സാമിന് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. പേജ് നമ്പർ 45. Page number 45, question number 5. Okay, without actual division, show that each of the following numbers is divisible by 7. Division ചെയ്യാതെ തന്നിരിക്കുന്ന നമ്പേഴ്സ് എന്താണെന്ന് കണ്ടുപിടിക്കണം. ഡിവിസിബിൾ ബൈ 7 ആണെന്ന് കണ്ടുപിടിക്കണം. ഡിവിസിബിൾ ബൈ 7 ആണെന്ന് കണ്ടുപിടിക്കാൻ ആ തന്നിരിക്കുന്ന നമ്പർ 7ന്റെ ഒരു മൾട്ടിപ്പിൾ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്താൽ മതി. 7ന്റെ ഒരു മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ നമ്പർ ഡിവിസിബിൾ ബൈ 7 ആയിരിക്കും അല്ലേ? ഇപ്പൊ 7ന്റെ മൾട്ടിപ്പിൾ ആണ് 49. 49 എന്ന് പറയുന്നത് 7നെ കൊണ്ട് എക്സാക്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 49 is divisible by 7. അപ്പോൾ ഡിവിസിബിൾ ബൈ 7 ആണെന്ന് തെളിയിക്കണമെങ്കിൽ നമ്മൾ എന്ത് തെളിയിച്ചാൽ മതി? തന്നിരിക്കുന്ന നമ്പർ 7ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് തെളിയിച്ചാൽ മതി. ഇപ്പൊ രണ്ടാമത്തെ നമ്പർ, ആദ്യത്തെ നമ്മൾ ഇന്നലെ ചെയ്തായിരുന്നു. രണ്ടാമത്തെ നമ്പർ 77,000 77,077 അല്ലെ? 77,077. ഇതിന് നമുക്ക് ആദ്യം നമ്മൾ ഇതിനെ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതും. എക്സ്പാൻഡഡ് ഫോമിൽ എങ്ങനെ എഴുതാം? 70,000 പ്ലസ് 7,000 പ്ലസ് 100ന്റെ പ്ലേസിൽ ഡിജിറ്റ് ഒന്നുമില്ല, അതുകൊണ്ട് അത് എഴുതേണ്ട ആവശ്യമില്ല. 70 പ്ലസ് 7. 70,000 പ്ലസ് 7,000 പ്ലസ് 70 പ്ലസ് 7 മാറ്റി എഴുതി. ഇനി എന്താ ചെയ്യണ്ടേ? 70,000 എന്ന് പറയുന്നത് 7 into 10,000 ആണ്. 7,000 എന്ന് പറയുന്നത് 7 into 1,000 ആണ് അല്ലെ? ഇതെല്ലാം 10,000നെയും 1,000നെയും 10നെയും 1നെയും 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് ഈ എക്സ്പാൻഡഡ് ഫോമിൽ ഉള്ളത് മുഴുവൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് മാറ്റി എഴുതാം. 70,000നെ 7 into 10,000 എഴുതാം. എഴുതാലോ? 70,000നെ 7 into 10,000 എഴുതാം. 7,000നെ എന്ത് എഴുതാം? 10,000 ആണ് അല്ലേ? ഓക്കെ, 7,000നെ എന്ത് എഴുതാം? 7 into 1,000 എന്ന് എഴുതാം. ഓക്കെ, 70യെ എങ്ങനെ എഴുതാം? 70യെ എങ്ങനെ എഴുതാം? 7 into 10 എഴുതാം. അതേപോലെ 7നെ നമുക്ക് 7 into 1 എന്നും എഴുതാൻ പറ്റും. പറ്റുമല്ലോ? ഇനി നമുക്ക് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന പ്രോപ്പർട്ടി, മൾട്ടിപ്ലിക്കേഷൻ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഏതാണ് പ്രോപ്പർട്ടി? ഇന്നലെ പറഞ്ഞായിരുന്നു. ഏതായിരുന്നു പ്രോപ്പർട്ടി എന്ന്? ഏതാത്? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. Distributive property of multiplication over addition. Distributive property of multiplication over addition. ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് പറഞ്ഞത്, എന്ത് പറഞ്ഞത്? പ്രോപ്പർട്ടീസ് തെറവായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. നമ്മൾ ഇതുപോലുള്ള പ്രൂഫ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, അതായത് നമുക്ക് എന്തെങ്കിലും ഒന്ന് തെളിയിക്കേണ്ടി വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യേണ്ടി വരുന്നത് ഇതുപോലുള്ള പ്രോപ്പർട്ടീസ് ആണ്.
അതുകൊണ്ടാണ് മിസ് പറഞ്ഞത് പ്രോപ്പർട്ടീസ് കറക്റ്റ് ആയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്യുമ്പോ 7 into 10,000 plus 7 into 1000 ആ ഒരു പോർഷനെ നമുക്ക് ആദ്യം ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ എന്തിനെയാണ് നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതുന്നത് നോക്കിയാൽ മതി. 7 into 10,000 plus 7 into 1000 അത് നമ്മൾ എന്തിന് ഏത് ഫോമിൽ ഉള്ളതിനെയാണ് നമ്മൾ ഇതിലേക്ക് മാറ്റി എഴുതുന്നത്. 7 into 10,000 plus 1000 7 into 10,000 plus 1000 എന്നുള്ളതിനെയാണ് നമ്മൾ എന്താക്കി മാറ്റി എഴുതുന്നത്. 7 into 10,000 plus 7 into 1000 അതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ആണല്ലോ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 7 into 10,000 plus 1000 എന്നുള്ളതിനെ നമ്മൾ എന്താക്കി മാറ്റി എഴുതുന്നു. 7 into 10,000 plus 7 into 1000. അപ്പൊ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി പഠിക്കുന്ന സമയത്ത് നമ്മൾ a into b plus c is equal to a into b plus a into c എന്നാണ് പഠിച്ചത്. ബട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നേരെ റിവേഴ്സ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. a into b plus a into c എന്നുള്ളത് ഏതിൽ നിന്നാണ് നമ്മൾ എഴുതുന്നത്. a into b plus c. അപ്പൊ നമ്മൾ പ്രോപ്പർട്ടി പഠിക്കുമ്പോൾ കോമൺ ആയിട്ട് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ അതുപോലെ അല്ലാതെ അതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ കൂടി നമ്മൾ ശ്രമിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ 7 into 10,000 plus 7 into 1000 എന്നുള്ളത് ഏതിൽ നിന്ന് നമ്മൾ അങ്ങനെ മാറ്റിയത്. 7 into 10,000 plus 1000 ആണ് നമ്മൾ ഇതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എഴുതിയത്. അതേപോലെ അടുത്തതും 7 into 10 plus 7 into 1 അത് നമ്മൾ ഇതേപോലെ മാറ്റി എഴുതുന്നു. 7 into 10 plus 1 7 into 10 plus 1. ഇനി ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാല് 7 into 10,000 plus 1000 11,000 എന്ന് കിട്ടും അല്ലെ. 10,000 plus 1000 11,000 എന്ന് കിട്ടി. പിന്നെ 7 into അടുത്തത് 10 plus 1 11 എന്ന് കിട്ടി. നമുക്ക് ഇനി ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം. ഇതേ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഇവിടെ 7 into 11,000 plus 7 into 11 അവിടെ 7 കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് രണ്ട് നമ്പറിനെ. Again we can apply distributive property here. എന്ത് ചെയ്യാം. 7 into 11,000 plus 11 ഒന്നുകൂടി നമ്മൾ ഷോർട്ട് ആക്കി എഴുതിയാല് 7 into 11,000 plus 11 7 into 11,011 ഇത്രയും നമ്മൾ കിട്ടിയല്ലോ. അപ്പൊ ഈ തന്നിരിക്കുന്ന നമ്പർ കിട്ടിയിരിക്കുന്ന ഒന്ന് നോക്കിയേ. 7 into 11,011 11,011 എന്ന് പറയുന്ന നമ്പറിനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്. 77,077 എന്ന് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു തന്നിരിക്കുന്ന നമ്പർ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ ആ നമ്പറിനെ ഏതെങ്കിലും ഒരു നമ്പർ ആ നമ്പർ കിട്ടാൻ ഏതെങ്കിലും ഒരു നമ്പറിനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയാൽ മതി. ചെയ്ത് കിട്ടുന്നതാണോ നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ 11,011 എന്ന് പറയുന്ന നമ്പറിനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്. 77,077 എന്ന് കിട്ടുന്നത്. That means 77,077 is divisible by 7. നമ്മൾ ഇതേപോലെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് വരുന്ന സമയത്ത് ഈ 7ന് പകരം ഇവിടെ നമുക്ക് 6 ആണ് കിട്ടുന്നതെങ്കിൽ ഈ നമ്പർ 6നെ കൊണ്ട് 7നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ ഈ നമ്പറിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ നമ്പർ കിട്ടുന്നത്. ഇവിടെ 6 ആണ് കിട്ടുന്നതെങ്കിൽ but here it is 7 നമുക്ക് 7 ആണ് കിട്ടിയിരിക്കുന്നത്. 7നെ 11,011 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്. 77,077 എന്ന് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം. 77,077 can be
divide by 7. It is divisible by 7. Divide ചെയ്യാൻ പറ്റും. അതേപോലെ next number. Next number ഏതായിരുന്നു? 7,70,077. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അതിനകത്ത് 7,70,077. അതും ഇതേപോലെ തന്നെയാ ചെയ്യുന്നത്. വേറൊരു എക്സാമ്പിൾ ഞാൻ തരട്ടെ, ചെയ്തു നോക്കാൻ തരട്ടെ. ക്വസ്റ്റ്യൻ എഴുതിക്കോ. എന്നാല് നോട്ടില് ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ എഴുതിക്കോ. വിത്തൗട്ട് ആക്ച്വൽ ഡിവിഷൻ show that 55,055 വേണ്ട, 55,055 വേണ്ട, 99,099 is divisible by 9. Without actual division, show that 99,099 is divisible by 9. ഇപ്പൊ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇതൊന്ന് പ്രൂവ് ചെയ്യാൻ നോക്കിയേ. $99,099 can be written as 90,000 plus 9,000 plus 90 plus 9. Equal to 9 into 10,000 plus 9 into 1,000 plus 9 into 10 plus 9 into 1 equal to 9 into 9 into 10,000 plus 1,000 plus 9 into 10 plus 1 equal to 9 into 11,000 plus 9 into 11 equal to 9 into 11,000 plus 11 equal to 9 into 11,011. ഇങ്ങനെ തന്നെയാണോ എഴുതിയ എല്ലാരും? ആണോ? വ്യത്യാസമുണ്ടോ? ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. ഇതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തത്.
ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? Clearly we can say that clearly the given number is a, ഇങ്ങനെ തന്നെ എഴുതിക്കോ, ലാസ്റ്റ് ഫൈനൽ ആൻസർ ആയിട്ട് കൺക്ലൂഡ് ചെയ്തിട്ട് എഴുതിക്കോ. ക്ലിയർലി the given number is a multiple of 9, hence it is divisible by 9. ഇത്ര എഴുതിയാൽ അതിന്റെ ആൻസർ കംപ്ലീറ്റ് ആയി. അതുകൂടി ലാസ്റ്റ് എഴുതി വെച്ചു. ക്ലിയർലി the given number is a multiple of 9, hence it is divisible by 9. അപ്പൊ ഇതുപോലൊരു ക്വസ്റ്റ്യൻ വന്നാൽ വിത്തൗട്ട് ആക്ച്വൽ ഡിവിഷൻ ഷോ ദാറ്റ് a number is divisible by another number എന്ന് വന്നാൽ ഇതുപോലെ എന്താ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടേ? എന്താ അപ്ലൈ ചെയ്യേണ്ടേ? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡിഷൻ. ഇതുപോലെ ഇതേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്ത് വന്നിട്ട് തന്നിരിക്കുന്ന നമ്പർ ഏത് നമ്പർ കൊണ്ടാണോ ഡിവിസിബിൾ ആണെന്ന് ചെക്ക് ചെയ്യേണ്ടത്, ആ നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ലാസ്റ്റ് ഫൈനലായിട്ട് ഈ ഒരു സെന്റൻസ് എഴുതി വെക്കാം. ക്വസ്റ്റ്യൻ എക്സാമിന് ഇതുപോലുള്ളത് വന്നാല് ഇത്രയും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം. ഓക്കെ, ഇതിലൊരു സ്റ്റെപ്പ് വിട്ടു പോയാൽ അതിന്റെ ആൻസർ മൊത്തം റോങ് ആയിട്ട് വരും. അതുകൊണ്ട് എല്ലാ സ്റ്റെപ്പും അതേപോലെ തന്നെ എഴുതാം, ലാസ്റ്റ് സെന്റൻസ് എഴുതാം. ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ. ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിലായോ? എന്താ ജസ്റ്റസ്? ഇതേപോലെ ചോദ്യം വന്നാലില്ലേ, ഇതേ മെത്തേഡുള്ള നമ്പർ ഇപ്പം 880888 എന്ന നമ്പർ വന്നാല് ആ 8ന്റെ അടുത്തെല്ലാം 1 ഇട്ടിട്ട് 0 അടുത്ത് 0 വിട്ടാല് അതുകൊണ്ട് നമ്പർ എൻഡ് ചെയ്താൽ അത് ചെയ്താൽ മതി. അത് നമുക്ക് മനസ്സിൽ പെട്ടെന്ന് കിട്ടും. പക്ഷെ എക്സാമിൽ എന്തായാലും ഒരു 5 മാർക്കിന്റെയോ 6 മാർക്കിന്റെയോ ക്വസ്റ്റ്യൻ ആയിരിക്കും. 4, 5, 6 മാർക്കിന്റെ. അങ്ങനെ വരുമ്പോ നിങ്ങൾ മാർക്ക് നോക്കിയിട്ട് വേണം എഴുതാൻ. കാരണം 5 മാർക്കിന്റെ ഒക്കെ ആണെങ്കിൽ ഇത്രയും സ്റ്റെപ്പ് ഉണ്ടെങ്കിലേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ആൻസർ കറക്റ്റ് ആയിട്ട് കാര്യമില്ല. ഇപ്പൊ 1 മാർക്കിന്റെ ഒക്കെ ആണെങ്കിൽ, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഇപ്പം ജസ്റ്റിസ് പറഞ്ഞ പോലെ ആ ഒരു ജസ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പ് മാത്രം എഴുതിയാൽ മതി. ഈ ഒരു സ്റ്റെപ്പ് മാത്രം എഴുതിയാൽ മതി. ഏത് ഇത് മാത്രം എഴുതിയാൽ മതി. നമ്പർ ഉള്ളിടക്കൊക്കെ 1 ഇടുക, 0 ഉള്ളിടക്ക് 0 ഇട്ടിട്ട് ഇൻടു ദാറ്റ് നമ്പർ മാത്രം എഴുതിയാൽ മതി. അങ്ങനെ എഴുതിയിട്ട് നിങ്ങൾക്ക് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അങ്ങനെ എഴുതാം. എന്നാല് 5 മാർക്കിന്റെയോ 4 മാർക്കിന്റെയോ 6 മാർക്കിന്റെയോ ഒക്കെ ക്വസ്റ്റ്യൻ വന്നാൽ ഇത്രയും സ്റ്റെപ്പ് എഴുതണം. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ നമ്പേഴ്സ് ഇപ്പം 1 2 3 4 അങ്ങനെ വരുമോ? ഇങ്ങനെ ഒരു പാറ്റേൺ അല്ലാതെ അങ്ങനെ വരില്ല. അങ്ങനെ വന്നാൽ ഈ ക്വസ്റ്റ്യൻ ഈ മെത്തേഡിൽ ചെയ്യാൻ പറ്റില്ല. ഇതുപോലുള്ള നമ്പേഴ്സ് മാത്രമേ വരൂ. ഇപ്പൊ ചിലപ്പോ ക്വസ്റ്റ്യൻ വരുമ്പോ ഡിവിസിബിൾ ബൈ ഇപ്പോ 77,077 എന്നുള്ള നമ്പർ ഡിവിസിബിൾ ബൈ 7 എന്നുള്ളതിന് പകരം ഡിവിസിബിൾ ബൈ 8 ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് ലാസ്റ്റ് എന്ന് എഴുതിയാൽ മതി. ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 8 എന്ന് എഴുതിയാൽ മതി. അങ്ങനെ വരുള്ളൂ. അല്ലാതെ തന്നിരിക്കുന്ന നമ്പർ ഇപ്പോ 7777 എന്ന് പറയുന്ന നമ്പറിന് പകരം 7654 എന്ന് നിങ്ങൾക്ക് തരില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് തന്നെ ചെയ്യേണ്ടി വരും. ഈ ഒരു മെത്തേഡ് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോവാം. പേജ് നമ്പർ 46 ഒന്ന് എടുത്തേ. കുറച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ അതിനകത്തുള്ളത്. പേജ് നമ്പർ 46. ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്. അറിയാലോ എന്താ ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ് എന്ന്? അറിയാലോ എന്താ ഈവൻ നമ്പേഴ്സ്?
multiples of 2. All multiples of 2 are called even numbers. എല്ലാം 2ന്റെ എല്ലാ മൾട്ടിപ്പിൾസും നമ്മൾ എന്താ പറയുന്നു? ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നു. ഏതൊക്കെ? 2, 4, 6, 8, 10, 12, 14. ഇതെല്ലാം ഈവൻ നമ്പേഴ്സ് ആണ്. Clearly we can say even numbers has one factor as 2. Even numbers എപ്പോഴും 2 ഒരു ഫാക്ടർ ആയിരിക്കും. ആണല്ലോ. അപ്പം 2ന്റെ മൾട്ടിപ്പിൾസ് ആണ് ഇവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞു. 2ന്റെ എല്ലാ മൾട്ടിപ്പിൾസും ഇവൻ നമ്പേഴ്സ് ആണ്. അപ്പൊ ഏത് ഈവൻ നമ്പർ എടുത്താലും 2 അതിന്റെ ഒരു ഫാക്ടർ ആയിരിക്കും. What is odd numbers? എന്താ odd numbers? ഈവൻ നമ്പേഴ്സ് അല്ലാത്ത നമ്പേഴ്സ് ഒക്കെ നമ്മൾ എന്ത് പറയും? odd numbers എന്ന് പറയും. അതായത് നമുക്ക് ഈ നമ്പേഴ്സിനെ 1 മുതൽ സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് അറ്റമില്ലാതെ പോകുന്ന നമ്പേഴ്സിനെ ബ്രോഡ് ആയിട്ട് ടു ഗ്രൂപ്പ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒരുപാട് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എന്നാലും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ 2 ഗ്രൂപ്പ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഈവൻ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സും. അതാണ് നമ്പേഴ്സിന്റെ ബ്രോഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 2ന്റെ മൾട്ടിപ്പിൾസ് എല്ലാം വരും. എത്ര വലിയ നമ്പർ എടുത്ത് നോക്കിയാലും 2ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ദാറ്റ് ഷുഡ് ബി ആൻ ഈവൻ നമ്പർ. 2ന്റെ മൾട്ടിപ്പിൾ അല്ലാത്ത നമ്പേഴ്സിനെ ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നു. ഓഡ് നമ്പേഴ്സിനെ നമ്മൾ എപ്പോഴും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 കിട്ടും. റിമൈൻഡർ എപ്പോഴും 1 ആയിരിക്കും. ഓഡ് നമ്പേഴ്സിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എപ്പോഴും 1 ആയിരിക്കും. ഓക്കെ. അപ്പൊ ഏതൊക്കെയായിരിക്കും ഓഡ് നമ്പേഴ്സ്? 1, 3, 5, 7. 2 ഈവൻ നമ്പേഴ്സിന്റെ ഇടയിൽ വരുന്ന നമ്പേഴ്സ് ആണ് ഓഡ് നമ്പേഴ്സ്. അതുപോലെ 2 ഓഡ് നമ്പേഴ്സിന്റെ ഇടയിൽ വരുന്ന നമ്പേഴ്സ് ആണ് ഈവൻ നമ്പേഴ്സ്. അതാണ് അത് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. അത് രണ്ടും കൂടി നമ്മൾ ഇന്റർസെക്ട് ചെയ്ത് വെച്ചാൽ ഫുൾ നമ്പേഴ്സ് ആയി. 1, 2, 3, 4, 5, 6 ആയി. ഓരോ നമ്പേഴ്സ് സ്കിപ്പ് ചെയ്ത് പോയാൽ നമുക്ക് നെക്സ്റ്റ് ഈവൻ നമ്പറും നെക്സ്റ്റ് ഓഡ് നമ്പറും കിട്ടും. ഓക്കെ. ഇനി എന്താ പ്രൈം നമ്പേഴ്സ്? കേട്ടിട്ടുണ്ടോ പ്രൈം നമ്പേഴ്സ് എന്താന്ന്? ഈവൻ നമ്പേഴ്സ് അറിയാം, ഓഡ് നമ്പേഴ്സും അറിയാം. വാട്ട് ആർ പ്രൈം നമ്പേഴ്സ്? അറിയോ? എന്താ ജസ്റ്റിസ് പറഞ്ഞോ? അറിയെങ്കിൽ പറഞ്ഞോ എന്താ പ്രൈം നമ്പേഴ്സ്? പ്രൈം നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സും പഠിച്ചിട്ടുണ്ട് മിസ്സേ. എന്നാ പറഞ്ഞോ എന്താ പ്രൈം നമ്പേഴ്സ് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്താ പറഞ്ഞോ? പറയാറില്ല, 4ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ട്. പഠിച്ചൊന്നും ഓർമ്മയില്ല അല്ലെ? വേറെ ആരൊക്കെ പഠിച്ചിട്ടുണ്ട്? ഹരി പഠിച്ചിട്ടുണ്ടാവും. ജുവാന, ജീവ, ഹെവൻ എല്ലാരും പഠിച്ചിട്ടുണ്ട് പ്രൈം നമ്പേഴ്സ്. എന്താ ആതിര പ്രൈം നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സ് പറഞ്ഞേ? മിസ്, ഈ പ്രൈം ആൻഡ് കോമ്പോസിറ്റ് നമ്പർ അത് എന്താണ് അതിന്റെ മലയാളം മീൻ എന്ന് പറഞ്ഞേ? അയ്യോ, മലയാളം മീനിങ് ഇപ്പൊ എന്താ പറഞ്ഞുതരാ? പ്രൈം നമ്പേഴ്സ് അത് ഞാൻ നോക്കിയിട്ട് നമുക്ക് മെസ്സേജ് അയച്ചു തരാം കേട്ടോ. ഞാനും പഠിക്കുമ്പോ പ്രൈം നമ്പേഴ്സ് എന്നാ പഠിച്ചത്. പക്ഷെ എന്റെ മലയാളം എനിക്ക് ഓർമ്മയില്ല കറക്റ്റ് ആയിട്ട്. ഓക്കെ, അത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞതേ. പ്രൈം നമ്പേഴ്സ് എന്ന് വെച്ചാൽ ചിലപ്പോ ഞാൻ പറയുമ്പോ നമുക്ക് ഓർമ്മ വരുമായിരിക്കും അതിന്റെ മലയാളം പേര്. പ്രൈം നമ്പേഴ്സ് എന്ന് വെച്ചാല് ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് 1ഉം അതേ നമ്പറും മാത്രമായിട്ട് വരുന്നുണ്ടെങ്കിൽ, ഒരു നമ്പറിന് 1ഉം അതേ നമ്പറും മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ആ നമ്പറിനെയാണ് നമ്മൾ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. ഇപ്പൊ 5 എന്ന് പറയുന്ന നമ്പറിന് 1ഉം 5ഉം മാത്രമേ ഫാക്ടർ ആയിട്ടുള്ളൂ. വേറെ ഏത് 2 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 5 കിട്ടില്ല. 7 എന്ന് പറയുന്ന നമ്പറിന് 1ഉം 7ഉം മാത്രമേ ഫാക്ടർ ആയിട്ടുള്ളൂ. വേറെ ഏത് 2 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലും 7 കിട്ടില്ല. ബട്ട് എല്ലാ ഓഡ് നമ്പേഴ്സും പ്രൈം നമ്പേഴ്സ് അല്ല. 9 എന്ന് പറയുന്ന നമ്പറിന് 1ഉം 3ഉം 9ഉം വരുന്നുണ്ട് ഫാക്ടേഴ്സ്. 3 into 3 9 ആണ് അല്ലേ? ബട്ട് 11 എന്ന് പറയുന്ന നമ്പർ നമുക്ക് 1ഉം 11ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ 11 കിട്ടുള്ളൂ.
വേറെ ഏത് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താലും 11 കിട്ടില്ല. അങ്ങനെ വരുന്ന നമ്പേഴ്സ് ആണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്പേഴ്സ് അതർ ദാൻ 1. മനസ്സിലായോ? പക്ഷെ ഈ പ്രൈം നമ്പേഴ്സ് നമ്മൾ ഒരിക്കലും 1 ഇൻക്ലൂഡ് ചെയ്യില്ല. 1 ഒറ്റൊരു ഫാക്ടർ മാത്രമേ ഉള്ളൂ. 1 എന്ന് പറയുന്നത് ഫാക്ടറേ ഉള്ളൂ. അപ്പൊ 1 നമ്മൾ ഇതിലൊന്നും കൂട്ടില്ല. ഓഡ് നമ്പേഴ്സ് എന്നുള്ള കാറ്റഗറിയിൽ നമ്മൾ 1 ആഡ് ചെയ്യും. ബട്ട് വേറെ ഒരു കാറ്റഗറിയിൽ നമ്മൾ 1 ആഡ് ചെയ്യില്ല. പ്രൈം നമ്പേഴ്സിൽ നമ്മൾ 1 കൂട്ടില്ല. 1 അങ്ങ് മാറ്റി നിർത്തി. whose only factors are 1 and the number itself are called prime numbers. 1 ഒഴികെ 2 മുതലുള്ള നമ്പേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ 1ഉം അതേ നമ്പറും ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന, അത് രണ്ടും മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ആണ് പ്രൈം നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്തായിരിക്കും? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് വരുന്ന നമ്പേഴ്സിനാണ് നമ്മൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതേ പേജില് ഒരു എൻറിച്ച്മെന്റ് ആക്ടിവിറ്റി കണ്ടോ? അതൊന്ന് ഫില്ല് ചെയ്യാൻ നോക്കണം. ഇന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അത് ഇന്നത്തെ ഹോംവർക്ക് ആയിട്ട് ചെയ്തോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. പ്രൈം നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് 7 അതിൽ കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അതിന്റെ ആൻസർ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കിട്ടിയെന്നില്ലെങ്കിൽ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ.